എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്നതാണ് നാഗ ചില്ലി. ഇതിൻ്റെ ഇല നോക്കുക. സാധാരണ പച്ചമുളകിൻ്റെ ഇല പോലെ തന്നെ കുറച്ചൊരു കളറിനൊരു വയലറ്റ് കളർ, ഒരു വയലറ്റോ നീലയോ ഉണ്ടോ. ഇതിൻ്റെ ഓരോ കമ്പിൻ്റെയൊക്കെ ഓരോ കവരകളിൽ ചെറിയൊരു ബ്ലൂ കളറുണ്ട് ഈ സാധനത്തിന്. ഇത് കണ്ടോ. ഇതിന് നാഗ ചില്ലി എന്ന് പേര് വരാൻ കാരണം നാഗാലാൻഡാണ് ഇതിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് നാഗ ചില്ലി എന്ന് പേര് വന്നത്. ഇതൊക്കെ നല്ലപോലെ മൂത്തു. ഇതിനി കൊള്ളത്തില്ല. മൂത്തത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന് കാരണം ഇതിപ്പം ഞാനിതിലൊന്ന് തൊട്ടിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മൂക്കരിയും. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകുകളിൽ 10 മുളകുകളിൽ ഒരാൾ ഇവനാണ്. നമ്മളിത് മൂക്കാൻ വേണ്ടി നിർത്താറില്ല. മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറിക്കകത്തൊക്കെ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി. ഭയങ്കര അത്രത്തോളം എരിവാണ്. നമ്മളിത് പിഞ്ചായിരിക്കുമ്പം തന്നെ, പിഞ്ചെന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല. ഇതുണ്ടോ, ഇത് പിഞ്ച് സാധനമാണ്, അധികം മൂത്തിട്ടില്ല. മൂത്ത് പോയത് ഈ ഭാഗത്തുണ്ട്. ഇതുണ്ടോ, അതിൻ്റെ നല്ല ബലമായിട്ടുണ്ട് പുറമേ നമ്മൾ അതിനെ പിടിക്കുമ്പോൾ തന്നെ. ഇത് പിഞ്ചാണ്. തൊടുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെയൊക്കെയാണ് ഫീൽ ആകുന്നത്. ഇതാ ഇവിടെയുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ വലിപ്പം. ഇത് വളമൊന്നും അത്യാവശ്യം ചെറിയ വള പ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ളൂ. ചാണകവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു വലിപ്പം. മൂത്ത് കഴിഞ്ഞ പിന്നെ നമ്മളത് ചിലപ്പോൾ ഇത് ഉണക്കി വെക്കും. പിന്നെ ഉണക്കിയിട്ട് പിന്നെ നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഫ്രൈ ആക്കി കഴിക്കാൻ പറ്റും. ഇതൊരുപാടുണ്ടാകുമേ. ഇതിപ്പം അത്യാവശ്യം ഒരു ചെറിയൊരു തരക്കേടില്ലാത്തൊരു തൈയാണിത്. ഇതിനിപ്പം ഒരു 4 അടി പൊക്കം കാണും, അത്രയേ ഉള്ളൂ. നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. എല്ലാ കവരകളിലും ഇതുണ്ട്. അപ്പം കവരകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ സാധനം. സാമാന്യ വലുപ്പമുണ്ട്. പിന്നെ ഇത് അധികം ഉണ്ടാകേണ്ട കാര്യമില്ല. തോരനൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരെണ്ണം അങ്ങ് ഇട്ടാൽ മതി. അമ്മാതിരി എരിവാണ് ഈ സാധനത്തിന്. ഇതിപ്പം ഞാനിത് തൊട്ടിട്ട് തന്നെ നമ്മൾ കണ്ണിലോ മൂക്കിലോ ഭാഗങ്ങളിലൊന്നും വെച്ച് തേക്കാനേ പാടില്ല. ഇത് നല്ലപോലെ മൂത്തു. അതിന് ഒരു മഞ്ഞ കളർ കയറി വരുന്നുണ്ടോ. പിന്നെ കണ്ണ് മൂക്കൊക്കെ എരിയും. അമ്മാതിരി എരിവുള്ള സാധനമാണിത്. ഇതാണ് നാഗ ചില്ലി. നാഗാലാൻഡുകാരനാണ്. ഇത് സാധാരണ വെള്ളക്കാന്താരിയാണ്. കാന്താരിയിൽ വെള്ളക്കാന്താരി. ഇതിൻ്റെ ഇടയ്ക്കൊരു നീല കളർ കൂടുതലാണ്, ഒരു കുറച്ച് ഡാർക്കാണ് ഇവൻ. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഓരോ കവളുകളിൽ ഒരു ബ്ലൂ കളറ്, ബ്ലൂ അല്ല ഒരു വയലറ്റ് പോലൊരു കളർ ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോഴും നമ്മളിത് അധികം നട്ടിട്ടില്ല. അധികത്തിൻ്റെ ആവശ്യമില്ല, ഒരെണ്ണം മതി. ഒരു കായ പറിക്കുകയാണെങ്കിൽ ഒരു തോരൻ കറിയൊക്കെ വെക്കുമ്പം അതിൻ്റെ പകുതി ഇട്ടാൽ മതി. അമ്മാതിരി എരിവാണ്. അതും പിഞ്ചായിരിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കണം. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് എരിവാണ് ഈ സാധനത്തിന്.